ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോൺടാഗ് പോയിൻറ്റ് ലൈറ്റ് ഹൗസിലാണ്. ഇവിടുത്തെ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോടൊപ്പം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ന്യൂയോർക്ക് ലോങ് ഐലൻഡിൻ്റെ എൻഡിൽ സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഈ ലൈറ്റ് ഹൗസിലേക്ക് എത്താൻ തന്നെ ഒരു 2.5 hours ഡ്രൈവിംഗ് ഉണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ പറയാം. ഇതൊരു മോൺടാഗ് ലൈറ്റ് ഹൗസ് ഓപ്പൺ ചെയ്യണത് 10:30, അത് ക്ലോസ് ആകുന്നത് 4:30 ആണ്. നിങ്ങൾ കുട്ടികളുമായിട്ട് ഒരു ഡേ ഔട്ട് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മോൺടാഗ് ലൈറ്റ് ഹൗസ് എക്സ്പ്ലോർ ചെയ്യണം. ഒരു മാഗ്നിഫിഷ്യൻ ലൈറ്റ് ഹൗസാണ്. ഒരു 360 വ്യൂവിൽ നമുക്കിത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. Our magnificent lighthouse provides unforgettable 360-degree views over the Block Island, Sand Island, and Atlantic Ocean and Point West. Montauk Point Lighthouse is a lighthouse located adjacent to the Montauk Point State Park. Montauk State Park, estimated point of the Long Island in the Hamilton of Montauk. ഈസ്റ്റ് ഹാമിൽട്ടൺ ടൗണിലാണ്, സഫ്ലക് കൗണ്ടിയിലാണ് നമുക്ക് ലൈറ്റ് ഹൗസ് ഉള്ളത്. ന്യൂയോർക്കിലെ 4th ലൈറ്റ് ഹൗസാണ് മോൺടാഗ് പോയിൻറ്റ് ലൈറ്റ് ഹൗസ്. മോൺടാഗ് പോയിൻറ്റ് ലൈറ്റ് ഹൗസ് കമ്മീഷൻഡ് ബൈ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ in 1792 is one of the best known as the most beloved icon of the Long Island. It was the first lighthouse to be in New York. നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പാർക്കിംഗ് സെക്ഷൻ ഉണ്ട്. നമുക്ക് ആ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് വരാം. എൻട്രൻസിൽ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു വെഡ്ഡിങ് കപ്പിൾസ് ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അവർ ലൈറ്റ് ഹൗസിൽ ഫോട്ടോ എടുക്കാനായിട്ട്, വെഡ്ഡിങ് ഫോട്ടോ എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നതാണ്. ബ്രൈഡും അതിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് നമുക്ക് എൻട്രൻസ് ഫീ $15. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 60 വയസ്സിന് മുമ്പോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് $10 ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് $5 ആണ് അതിൻ്റെ ചാർജ്. നമുക്ക് ലൈറ്റ് ഹൗസിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും. 125 സ്റ്റെപ്സാണ് ഈ ലൈറ്റ് ഹൗസിലുള്ളത്. വളരെ നാരോ സർക്കിൾ ടൈപ്പിൽ പോണ സ്റ്റെയർ കേസാണ്. അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും എങ്ങനെയാണ് ഇതിനുള്ളിൽ കയറേണ്ടത്. ഇതിനകത്ത് ന്യൂയോർക്കിലെ ഫസ്റ്റ് ലൈറ്റ് ഹൗസാണ് മോൺടാഗ് പോയിൻറ്റ് ലൈറ്റ് ഹൗസ്. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഈ എൻട്രൻസ് ഫീസിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അഡൾട്ട്സിന് $15 ആണ് ടിക്കറ്റ്. നമ്മളോടൊപ്പം തന്നെ ഈ വെഡ്ഡിങ് ഗ്രൂപ്പും ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. കാരണം അവർ ഫോട്ടോഷൂട്ടിന് വന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോഷൂട്ടും എടുക്കാൻ പറ്റും. പ്രൈസ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല സൂപ്പറായിട്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് 41 ഇഞ്ചിൽ താഴോട്ടുള്ള ലെങ്താണെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. ലൈറ്റ് ഹൗസിൽ കാണാൻ നമ്മുടെ ഏറ്റവും 300 ഫീറ്റ് മുകളിലാണ്, ഓഷനിൽ നിന്നും മുകളിലാണ് ലൈറ്റ് ഹൗസ് നിൽക്കുന്നത്. ഇതിൻ്റെ 4 സൈഡും വാട്ടർ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനാണ്. ഇവിടെ ധാരാളം ഷിപ്പുകളുണ്ട്, ഫിഷിംഗ് ഷിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ്. കുട്ടികളുമായിട്ട് ഡേ ഔട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല പോയിൻ്റാണ്. ഇവിടുത്തെ ഫോട്ടോഷൂട്ട് കണ്ട വെഡ്ഡിങ് ബ്രൈഡും റൂമും ഒക്കെ നിന്നുള്ള നല്ല ബ്യൂട്ടിഫുൾ പിക്ചർ അവർക്ക് എടുക്കാൻ പറ്റും. ഇന്ന് അവരുടെ വെഡ്ഡിങ് ഡേയിൽ കല്യാണം കഴിഞ്ഞിട്ട് വന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നതാണ്. എല്ലാവർക്കും ഇതൊരു നല്ലൊരു പോയിൻ്റ്, ഫോട്ടോഷൂട്ടിന് പറ്റിയ പോയിൻ്റാണ്. See the birds they're talking about? The birds they're talking about? When your father passed away? Right there, the cardinal. They just said their grandmother is visiting. I just saw it. So
മരിച്ചുപോയ ആൾ തിരിച്ചു വന്നു അവളെ വിഷ് ചെയ്യാനായിട്ട്. That's what they're saying. Okay guys, ഇതാണ് മോൺടാക്ക് ലൈറ്റ് ഹൗസ്. Okay. ഞാൻ ആ പിള്ളേരോടെ കയറാം. പതിയെ കയറിയാൽ മതി. ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങി I have swam there already. Okay, no problem. I climbed up. Race. No, not a race. Yeah. Vamos a ver. അതിനകത്ത് 3 എൻട്രൻസ് ഉണ്ട്. വഴിയൊക്കെ കയറാൻ എൻട്രൻസ് ഉണ്ട്. ഇങ്ങനെ ഇടുങ്ങി 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 ഇതിനകത്ത് കയറിയാൽ ഒരു സമയം ഒരാൾക്ക് പറ്റത്തുള്ളൂ. പല പല ആൾക്കാർ കിടക്കണം. ഞാൻ നമ്മൾ പിള്ളേരുടെ ദിവസം വന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. I do. I'll go up and make a video and come back. Go. What is this? Let me see. നീല സീയാണ് ഗൈസ്. നമ്മൾ ലക്ഷദ്വീപിലൊന്നും പോകണ്ട, നീലക്കടൽ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഓക്കെ. ഇതാണ് ഓരോ പ്രാവശ്യം തിരയടിക്കുമ്പോൾ തിട്ട ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്ന കണ്ടില്ലേ. കുറേ നാൾ കഴിയുമ്പോൾ ലൈറ്റ് ഹൗസൊക്കെ വെള്ളത്തിലാകുമെന്നാണ് തോന്നണേ. തിരമാലകൾ അടിച്ചിട്ട് തിട്ടകൾ ഇടിഞ്ഞ് വീഴുന്നതാണ്. vessel and the East Coast Carpenter boat, commercial traveler ഉണ്ട്, third boat ഉണ്ട്, ഇവിടെ duty boat ഉണ്ട്, US Navy something ഉണ്ട്, US Coast Guard ഫസ്റ്റ് ക്ലാസ് സംഭവം. ഈ സെക്ഷൻ ഉണ്ട്, എന്ത് പണിയാണ് നോക്കിയത്. അതിൻ്റെ മുകളിൽ കുറേ ആൾക്കാരോട് നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് ആ സെക്ഷനിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് നമുക്കൊന്ന് പോകാം. കാണാൻ നല്ല ഭംഗിയാണ് അവിടെ. അങ്ങേ സൈഡിൽ കൂടെ കറങ്ങിപ്പോകാം. ഈ തിട്ട കണ്ടല്ലേ, ഓരോ തിരകളടിക്കുമ്പോഴും വലിയ വലിയ തിരകൾ, അതായത് നമുക്ക് ഫ്ലഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേലിയേറ്റമൊക്കെ വരുമ്പോഴാണ് അത് ആ തിട്ട ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോകുന്നത്. ഇവരായിട്ടും അവരൊന്നും പ്രിവെൻഷൻ എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും ഇതിനകത്ത് റോക്സാണ്. നല്ല കാറ്റാണ് ഗൈസ്, നല്ല കാറ്റ്. അപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള നമുക്കൊന്ന് കയറിയിട്ട് വന്നാട്ടോ. So what we have to happen is the lights spin around every 2-3 hours. Lighthouse has a candle at the top. You fill hydrogen oil, you relight the lamp, and you can wind up the light. We're going to make believe that this used to be on the top of the lighthouse.
Who wants to be my first helper? Okay. Mom, where's mom? Face camera? You want to take a picture? Yeah. Face mom. Now, if you guys look underneath there, you should see that weight lifting up as he's doing this. Oh, it is. Oh, wait. Now the light is spinning. We made the light spin without electricity. Oh, there's a flywheel. So that's Right? what? We're gonna let it go down and we're gonna go. That's a mosquito bites. So if you guys look right behind you, there's a, okay, 1, 2, 3, 4, okay, you stay right there, don't go nowhere. Are you sure? Watch the lights. If you donate, you get a title, Keeper of the Light. You want to be a Keeper of the Light? Wait, really? Oh my God, he is. He had a concert here in the 1990s. Steven Spielberg wrote that. Barbara Sullivan. Ready? Two, one more. Good job. Okay, now we're gonna take it off. There you go. Good job. Good helpers. Thank you, guys. It's so good to see Ron. All we can think of is Ron Perlman. Just one. Just one. Two. Okay, turn it into two. Okay, you're on. These Fresnel lenses, I've heard they're extremely powerful. I think actually, have you ever seen those like lenses that when they can focus light into like a really tiny point and burn anything? I think one of like a similar. Lighthouse technology. And the little bump. Your initial display. Because the light source opens up. Tough. പിടിച്ചു വേണം കയറാൻ It's easier as you go down.
that is a narrow one. So, okay, we could do it. It's like these two, you go down backwards like a ladder. Okay? നല്ല വിൻഡിയാണ് ഗൈസ്, ഭയങ്കര വിൻഡിയാണ്. ഇതാണ് ഇതിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ള വ്യൂസാണിത്. ഈ സ്റ്റെപ്പ് കയറി നമുക്ക് ലൈറ്റ്സ് കാണാനുള്ള പെർമിഷനും കൂടെ അവർ തന്നിട്ടുണ്ട്. നമുക്കവിടെ നിന്നുകൊണ്ട് ചുറ്റിനുമുള്ള വീഡിയോസും കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ആൾക്കാർ കയറി ഇറങ്ങുന്നിടം വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. മുകളിലും താഴെയും ഓരോ ഗാർഡ്സ് ഉണ്ട്. താഴെ നിന്ന് ഗാർഡ്സ് മുകളിലേക്ക് കയറ്റിവിടുമ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് ആൾക്കാർ പോകുമ്പോഴും ഗാർഡ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ സ്റ്റെപ്പിന് മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഇതാണ് ലൈറ്റ്, നൈറ്റിൽ വിഷ്വൽ വരുന്ന ലൈറ്റ്. ഇത് ഇപ്പോൾ 125 സ്റ്റെപ്സ് കയറി മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ് ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഒരാൾക്ക് കഷ്ടിച്ച് കയറി വരാൻ പറ്റുന്ന നാരോ സ്റ്റെപ്സാണ് ഇതിലുള്ളത്. അപ്പം മുകളിലത്തെ കാഴ്ചകൾ കണ്ടു. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങുമ്പോഴുള്ള പ്രശ്നം, ഈ റൈറ്റ് സൈഡിലെ റോബ് ഹോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് താഴേട്ട് പോകാൻ. മുകളിലേക്ക് വരുന്നവർ താഴേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് സൈഡ് മാറിത്തരും. അവരവിടെ സ്റ്റോപ്പ് ചെയ്യുക ആ സമയത്ത്. മുകളിൽ നിന്ന് നമ്മൾ താപ്പോട്ട് ഇറങ്ങുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ള കയറിൽ പിടിച്ചിട്ട് വേണം നമുക്ക് കീപ്പോട്ട് ഇറങ്ങാൻ. അതുപോലെ തന്നെ ആൾക്കാർ മുകളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ലെഫ്റ്റ് സൈഡും നമ്മൾ റോബിൽ നിന്ന് വിടാതെ നമ്മൾ റോബിൻ്റെ സൈഡിൽ കൂടി വരുമെന്നുമാണ് അവർ പറയണത്. അപ്പോൾ കയറി വരുന്നവർ നമ്മൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി അവിടെ സൈഡിലേക്ക് ഒതുങ്ങിത്തരും. അപ്പോൾ അങ്ങനെ 5 പേര് മുകളിലോട്ട് പോകുമ്പം 5 പേര് അവർ താപ്പോട്ട് വരും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താപ്പോട്ട് ഇറങ്ങുന്ന ഒരു ഭയങ്കര ജോലിയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ കയറിൽ പിടിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. താപ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഒതുങ്ങിത്തരണം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. സോറി. Sorry. Go ahead, I'll wait. വളരെ നാരോയായിട്ടുള്ള സ്റ്റെപ്സാണ്. ഒരാൾക്ക് കഷ്ടിച്ച് കയറാൻ പറ്റുന്ന സ്റ്റെപ്സിലാണ് നമ്മൾ മുമ്പോട്ടും താപ്പോട്ടും ആൾക്കാർ പാസ് ചെയ്യണത്. ടോട്ടൽ 125 സ്റ്റെപ്സാണ് ഇതിനുള്ളത് മുകളിലേക്ക് കയറാനായിട്ട്. ന്യൂയോർക്കിലെ ഫസ്റ്റ് ലൈറ്റ് ഹൗസാണ് മോൺടാക്ക് പോയിന്റ് ലൈറ്റ് ഹൗസ്. Thank you. You are very welcome. How many steps they have? 126. I Pretty did good? Pretty good. I did pretty And good. you ran all the way up and All down? the way up. Wow, you're Thank pretty you. good. Yes, it is. Thank you. You're welcome. 126 steps on the top. 4 on the way. Kind of lights. Susie slopes past where you go. Was good? Yes. Very good. Thank you for visiting. ഈ കാണുന്ന രജിസ്റ്റർ ബുക്കിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ അവരുടെ ഇൻഫർമേഷൻ, അഡ്രസ്സൊക്കെ എഴുതാറുണ്ട്. ഇതിവിടെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് വർഷം നമ്മൾ ഈ ലൈറ്റ് ഹൗസ് കാണാൻ വന്നു എന്നുള്ളതിൻ്റെ ഇൻഫർമേഷനാണ് ഇതിനകത്തുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും അതിൻ്റെ ഇൻഫർമേഷൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് മെമ്മറിയാണ്. അവർ നമ്മുടെ പേരും നമ്മൾ വന്ന ഡേറ്റും ഒക്കെ ഇതിൻ്റെ അകത്ത് സൈൻ ചെയ്ത് വെക്കണം. ഇങ്ങനെ ഒരു ബുക്ക് എപ്പോഴും ഇവിടെ തന്നെ കാണും.
ഇവിടെയുള്ള എല്ലാ ലൈറ്റ് ഹൗസിൻ്റെയും ഇൻഫർമേഷൻ ഈ ഏരിയയിലുണ്ട്. നമ്മൾ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ആ ലൈറ്റ് ഹൗസിൻ്റെ ഇൻഫർമേഷനാണ് ലൈറ്റിൽ അവിടെ തെളിഞ്ഞു വരുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ പിക്ചറും അതിൻ്റെ ഇൻഫർമേഷനും ഇതുപോലെ തെളിഞ്ഞു വരും. നമ്മൾ സൈഡിൽ ഓരോ ബട്ടൺസ് ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ്, ഏതൊക്കെ ലൊക്കേഷനിലാണ്, എത്ര ലൈറ്റ് ഹൗസ് ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ പാറ്റേണാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോൺടാക് പോയിൻറ്റ് ലൈറ്റ് ഹൗസിൻ്റെ ഇൻഫർമേഷനും ഇവിടുത്തെ തുടങ്ങിയ വർഷം മുതലുള്ള എല്ലാ ബയോഡേറ്റയും ഇവിടെ ഈ ഒരു ഹോളിൽ മ്യൂസിയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാളിൽ അതിൻ്റെ ഇൻഫർമേഷനും അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് അവിടെ നിന്ന് റീഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.